എല്ലാവർക്കും ഇന്നത്തെ എഡിറ്റോറിയലിലേക്ക് സ്വാഗതം. റാഫ്റ്റ് ഓഫ് കൺസെഷൻസ് അമിഡ് കൺസൾട്ടേഷൻ. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട എഡിറ്റോറിയലാണ് ഇന്നത്തേത്. വൈൽ പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ദ ബഡ്ജറ്റ് ഗിവ്സ് മോർ ടു ദ എഫ്ലുവൻറ്റ് ദാൻ ടു ദ പോർ. അപ്പോൾ എഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ പറഞ്ഞ എല്ലാതരം സെക്ടേഴ്സിനെ ഒരുമിച്ച് ബാലൻസ്ഡ് ആയിട്ട് കൺസിഡർ ചെയ്യണമെന്നാണ് സാധാരണഗതിയിൽ ഒരു ബഡ്ജറ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ഫണ്ട് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് പുവറർ സെഷൻസിനെ കാര്യമായി കൺസിഡർ ചെയ്തില്ല എന്നാണ് ബഡ്ജറ്റിൻ്റെ ഒരു സിംഗിൾ ലൈനറായിട്ട് അവർ പറഞ്ഞിരിക്കുന്നതാണ് അനാലിസിസിൽ. അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം എന്ന് പറയുന്നത്, ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള സെനാരിയോ ആണ് ഇത് ഈ ബഡ്ജറ്റ് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അമൃത് കാലം എന്ന് പറഞ്ഞിട്ട് 75 to 100 വർഷം വരെ, ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് 100 വർഷം വരെയുള്ള 25 വർഷം അമൃത് കാലം എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഇന്ത്യ അറ്റ് 100 എന്ന് പറഞ്ഞൊരു ഫോക്കസ് ഉണ്ട്. അതുപോലെ അപ്കമിങ് ഇലക്ഷൻ ഒരു ഫോക്കസ് ഉണ്ട്. അപ്കമിങ് ഇലക്ഷൻ 2024 ലോക്സഭ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് പോലെ ഒരുപാട് സെക്ടേഴ്സിന്, ഇപ്പോൾ കീ സെക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ, വുമൺ, വീക്കർ സെക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇമ്പാക്റ്റസ് നൽകാൻ വേണ്ടിയിട്ടും ആൾക്കാർക്ക് കുറേ കൂടെ അപ്പീലിംഗ് ആയി തോന്നുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണം എന്ന ഒരു നിർബന്ധം ഈ പറഞ്ഞ 2023-24 ഫിനാൻഷ്യൽ ഇയർ ബഡ്ജറ്റിനുണ്ട്. മാത്രമല്ല ടാക്സ് കൺസെഷൻസ്, അതുപോലെ തന്നെ 7 ലക്ഷം വരെയുള്ള ആൾക്കാർക്ക്, 7 ലക്ഷം വരെ ആനുവൽ ഇൻകം ഉള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ ടാക്സ് പേ ചെയ്യേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയും കൂടെ പോപ്പുലിസ്റ്റിക് ആയിരിക്കും ചില മെഷേഴ്സ്. കാരണം എന്താണ്, ഈ പറയുന്ന അപ്കമിങ് ഇലക്ഷൻസുമായി ബന്ധപ്പെട്ട ഒരുപാട് അസംബ്ലി ഇലക്ഷൻസ് നടക്കാനുണ്ട്. അതുപോലെ 2024 ലോക്സഭ ഇലക്ഷൻസും നടക്കാനുണ്ട്. അപ്പോൾ ഫിസിക്കൽ കൺസോൾട്ടേഷൻ, ഫിസിക്കൽ ഡിസിപ്ലിൻ, ഈ പറഞ്ഞ സ്പെൻഡിങ് എക്സ്പെൻഡിച്ചറുമായി ബന്ധപ്പെട്ട ഡിസിപ്ലിൻ ഒരു ഫിനാൻഷ്യൽ മാറ്റേഴ്സിന് ഉണ്ടാകേണ്ട ഒരു ഗവൺമെൻറ്റിൻ്റെ ഡിസിപ്ലിനും, അതുപോലെ തന്നെ മറ്റ് പാരാമീറ്റേഴ്സിനെ, ഇപ്പോൾ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് അതുപോലത്തെ പാരാമീറ്റേഴ്സിനെ ഒന്നിച്ച് നിർത്തി അതൊക്കെ കൺട്രോളിൽ നിർത്തുന്ന ഒരു കാര്യമാണ് ഫിസിക്കൽ കൺസോൾട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പാരാമീറ്റർ ഒരു സൈഡിൽ ബാലൻസിൽ നിൽക്കണമെങ്കിൽ കൂടി ഇപ്പുറത്തെ സൈഡിൽ പോപ്പുലിസ്റ്റിക് ആയിട്ടുള്ള മെഷേഴ്സ് ഫോളോ ചെയ്തേ പറ്റൂ. ഫോക്കസ് ഓൺ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വേണം. കാരണം ഈ പറഞ്ഞ 2024 ലോക്സഭ ഇലക്ഷൻസ് ഒരു വൈറ്റൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് പോപ്പുലിസ്റ്റിക് മെഷേഴ്സ് ചെയ്തേ പറ്റൂ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ പറഞ്ഞ സോഷ്യൽ സെക്ടേഴ്സ് ആയിട്ടുള്ള ഹെൽത്ത്, അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ്, വീക്കർ സെക്ഷൻസ്, അതുമായി ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റ് ഇല്ല എങ്കിൽ അത് അത് സോഷ്യൽ സെക്ടറിനെ ഭയങ്കര മോശമായി ബാധിക്കും. കാരണം MGNREGS വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നിയമമാണ്. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം എന്ന് പറയുന്നത് ഒരുപാട് വീക്കർ സെക്ഷൻസിന് ഇൻഓർഗനൈസ്ഡ് ആയിട്ടുള്ള സെക്ടറിൽ ജോലി കൊടുക്കുന്ന ഒരു സിനാരിയോ. അപ്പോൾ 100 days അഷ്വേർഡ് ലേബർ അല്ലെങ്കിൽ അഷ്വേർഡ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഈ സ്കീമിന് ഇപ്രാവശ്യം ഫണ്ട് അലോക്കേറ്റ് ചെയ്തത് 33% കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ എന്താണ്, ഈ പറയുന്ന വീക്കർ സെക്ഷൻ എപ്പോഴും വീക്കറായിട്ടും പുവറായിട്ടും തുടരാനുള്ള സാധ്യത ഉണ്ടല്ലോ. മാത്രമല്ല അവരുടെ ഡെവലപ്മെൻറ്റ് ഉന്നമനമൊന്നും ഈ പറഞ്ഞ ബഡ്ജറ്റ് അലോക്കേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഒരു ഇൻ ടാൻഡം പോകുന്നില്ല എന്നുമാണ് കാണാൻ. ഹെൽത്ത് സെക്ടറിലും 2% കുറവാണ് 2023 ബഡ്ജറ്റിലും 2024 ബഡ്ജറ്റിലും സ്പെൻഡിങ്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഈ സോഷ്യൽ സെക്ടർ സ്കീംസിൽ ബഡ്ജറ്റ് വേണ്ട രീതിയിൽ നീതി പുലർത്തുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞ എഡിറ്റോറിയൽ അനാലിസിസിൻ്റെ ഒരു ക്രക്സ്, ഒരു സമ്മറി അത് തന്നെയാണ്. വൈൽ പ്രൊമോട്ടിംഗ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് ദ ബഡ്ജറ്റ് ഗിവ്സ് മോർ ടു ദ എഫ്ലുവൻറ്റ് ദാൻ ടു ദ പുവർ. അപ്പോൾ പുവർ സെക്ഷൻസിനെ വേണ്ട രീതിയിൽ കൺസിഡർ ചെയ്തില്ല എന്ന് തന്നെയാണ് ബഡ്ജറ്റിൻ്റെ അനാലിസിസ് എഡിറ്റോറിയലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ഈ എഡിറ്റോറിയലിൻ്റെ ക്രക്സ്.